എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് പരിപ്പുവട ഉണ്ടാക്കണമെന്ന് വെച്ചായിരിക്കും. ഈ വണ്ടിയിൽ പോകുന്നതുകൊണ്ട് പരിപ്പുവടയൊന്നും കഴിക്കാറേ ഇല്ല. പിന്നെ നമുക്ക് പരിപ്പുവട ഉണ്ടാക്കാം അല്ലേ ചുമ്മാ? അതെ, നാളായില്ലേ പരിപ്പുവട പരിപ്പുവട ഉണ്ടാക്കാൻ അത്ര ശ്രമിച്ചില്ല, അതേ ഉള്ളൂ. അതേ ഉള്ളൂ. വേണേ ഉണ്ടാക്കുകയൊക്കെ ചെയ്യായിരുന്നു. നേരത്തെ ഇവിടെ വൈകുന്നേരം 4 മണിയാകുമ്പോൾ പരിപ്പുവട ഉള്ളിവടയൊക്കെ നമ്മൾ ഇറക്കി ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ കുറവല്ലേ? അതെ, ഇപ്പൊ കുറവാ. ഇപ്പോൾ വല്ലപ്പോഴും പിന്നെ ഇത് ഏത്തക്കാ ബോളി ഉണ്ടാക്കും. ഏത്തക്കാ ബോളി ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് ഒത്തിരി നാളായേ. അതെന്നാന്നറിയോ, എണ്ണക്കകത്ത് പൊരിച്ച സാധനം കഴിക്കാൻ കഴിയല്ലെന്നും കൊണ്ട് ഉണ്ടാക്കാതിരിക്കുക. അതാണോ? വല്ലപ്പോഴും കഴിക്കുന്നതിനൊന്നും ഒരു കുഴപ്പം. ഇപ്പോൾ ഒത്തിരി ഇത് അങ്ങനെ വിചാരിച്ചു ഒത്തിരി നാളായി ഉണ്ടാക്കിയിട്ട്. നമുക്ക് ഏകല്ലേ ഇന്ന് പരിപ്പുവടയാണ്. പരിപ്പൊക്കെ ഞങ്ങൾ രാവിലെ തന്നെ വെള്ളത്തിലിട്ടാൽ രാവിലെ അല്ല ഉച്ചയായി വെള്ളത്തിലിട്ടപ്പം. അപ്പോൾ പരിപ്പൊക്കെ ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ഛമ്മ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കുക. സവോള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില. ഇതുവരെ എളുപ്പത്തിന് ഞങ്ങൾ സവോളയാണ് എടുത്ത് ചുമന്നുള്ളി കുറച്ചുണ്ടെങ്കിലും കുഴപ്പമില്ല. അതായത് ഒന്നുകൂടെ നല്ലത്. ഇവിടെ രാവിലെ തൊട്ട് നല്ല പെരുമഴയായിരുന്നു. ഏക്കലും ഉച്ച കഴിഞ്ഞ് മഴയൊന്നും പെയ്തില്ല. അപ്പോൾ കുഞ്ഞിക്കിളി അതെ സ്കൂളിൽ നിന്നൊക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ ഇത് വെള്ളത്തിലൊക്കെ ഇട്ടത്, പക്ഷേ എന്തോ താമസിച്ചു പോയി. ഇനി നമുക്ക് അമ്മ വരുമ്പോഴത്തേനും പരിപ്പുവടയൊക്കെ ഉണ്ടാക്കി വെക്കാം. നമുക്ക് പരിപ്പുവടയ്ക്ക് അത് കറിവേപ്പിലയൊക്കെ നല്ലപോലെ കുഞ്ഞാക്കി അരിഞ്ഞിടാം. അല്ലേ എല്ലാവരും പെറുക്കി കളയും. അതെ, മുളക് ഞാനേ കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിള്ളേർക്കൊക്കെ കഴിക്കേണ്ടതല്ലേ. ശരിയാ, കുറച്ച് മുളക് മതി. 4 മണിക്കേ ഒരു മഴയൊക്കെ പെയ്യുമ്പം 2 പരിപ്പുവടയും ഒരു കടുങ്കാപ്പിയോ ചായയൊക്കെ ആയിട്ട് സിറ്റൗട്ടിൽ പോയത് കഴിക്കണം. അതെ, അതൊക്കെ ഒരു രസമാണ്. ആദ്യം ഞാൻ ഈ പരിപ്പൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ. ഉണ്ടല്ലോ, മനസ്സിലായല്ലോ ഇപ്പം. സിക്കിം മേഘാലയിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങൾ ഇത്രയും ദിവസം ലഡാക്കിലായിരുന്നു. ഒരാൾ ട്രാവൽ വ്ളോഗിലോ ഫാമിലി വ്ളോഗിലോട്ടും വന്നിട്ടില്ല. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഉണ്ടാക്കുന്നേ എന്താ? പരിപ്പുവട. ആണോ? നമ്മളെല്ലായിട്ട് ഇളക്കിയേ ഇങ്ങനെ ഉരുളയൊക്കെ ആക്കാൻ തുടങ്ങുമ്പോ ഞാൻ പരിപ്പുവട ഉണ്ടാക്കാന്നല്ലേ? നമുക്ക് പരിപ്പുവട ഉണ്ടാക്കിയേക്കാം. അപ്പൊ നമുക്ക് പരിപ്പിടാം മിക്സിക്കകത്തോട്ട്, മിക്സിയുടെ ജാറിനകത്തോട്ട്. ഇത് അച്ഛമ്മ പറഞ്ഞാലേ തന്നെ കേട്ടോ. ഞാൻ വേഗം ഇടാം. അപ്പൊ അതെ, സൂര്യ ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ചായ കുടിക്കണ്ടേ? ഇന്നത്തെ സ്പെഷ്യലാണ് പരിപ്പുവട. അയ്യോ, പഴം ഇല്ലല്ലേ? പക്ഷെ അത് ഓർത്തില്ലല്ലേ ഞങ്ങൾ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞേ. പരിപ്പുവടയും പഴവും കൂടെ വേണമായിരുന്നു. ഇല്ല, ഞാൻ മേടിച്ചില്ല. അപ്പൊ ഈ പരിപ്പ് നല്ലപോലെ അരക്കണ്ട, ഒരുവിധം നല്ലപോലെ അരച്ചാൽ മതി. നല്ല വെണ്ണ പോലെ ഒന്നും അരയണ്ട, കുറച്ചരഞ്ഞാൽ മതി. ഒരു പകുതി. അരച്ചോ. അപ്പോൾ ഈ പരിപ്പിനകത്തോട്ട് ഇതൊന്ന് കറക്കിയത്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഈ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കാം ജസ്റ്റ്. അപ്പോൾ പരിപ്പും നമ്മുടെ ഉള്ളിയും ഇഞ്ചി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി. അപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പിട്ടില്ല, ഉപ്പിട്ടാൻ മറന്നുപോയി. ഇവിടെ ഒരാൾ ഉപ്പ് ഞാൻ ഇട്ടോളാം, ഇളക്കിയാൽ മതിയേ. ഇളക്കാൻ റെഡിയായിട്ട് ഇവിടെ നിൽക്കുക. എന്നെ കൊണ്ട് കുഴപ്പിക്കത്തില്ല. അതെ അതെ, കൈ മാറ്റുവാണെങ്കിൽ ഞാനൊന്ന് കുഴച്ചോണ്ടേ നല്ലപോലെ. അങ്ങനെ എല്ലാടും കുഴക്കുന്നത്, ഇത് ആന്റിയമ്പ് കുഴക്കുന്ന പോലെ ഇത് എല്ലായിടത്തും ഈ ഉപ്പ് ചെല്ലണ്ടേ? ഞാൻ ഉരുട്ടി വെക്കാൻ തരാം. ഇത് ഞാൻ കുഴയ്ക്കാം, എന്നിട്ട് തനിക്ക് ഉരുട്ടി വെക്കാൻ തരാം. നിക്ക്. അത് പറ്റണം. അപ്പോൾ അത് ഞങ്ങൾ നല്ലപോലെ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഉപ്പൊക്കെ നല്ലപോലെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. നമുക്കിനി പരത്തിയെടുക്കാം. പരത്തുവാണോ ഉരുട്ടുവാണോ? എങ്ങനെ എടുക്കുക അറിയാവോ? ഇങ്ങനെ കുറച്ച് എടുത്ത് ഉരുട്ടണം. ഇതുണ്ടോ, നമ്മള് ചോറ് ഉരുട്ടുവല്ലേ? അങ്ങനെ ഉരുട്ടിയിട്ട് എന്നിട്ട് ഈ കൈക്കകത്തോട്ട് വെക്കണം. എന്നിട്ട് ഇങ്ങനെ പരത്തണം. ചപ്പാത്തി ഉരുട്ടോ ഇവിടെ. എന്നിട്ട് പതുക്കെ പരത്ത്. നമുക്ക് ചെറിയ പരിപ്പുവട മതി അല്ലേ? ഒന്ന് ഞാനും കൂടെ കൂടട്ടെ. കാണിച്ചു തരാം കേട്ടോ. ഓ മിടുക്കി, കൊച്ചു പഠിച്ചു കേട്ടോ. അതെ, ഭാവിയുണ്ട്, ഭാവിയിലെ പാചകക്കാരിയാ.
ആന്റിമ്മ കടയിട്ടില്ല എനിക്ക് അടയിട്ടുള്ളൂ. ഓ ഇപ്പൊ അങ്ങനെ ആയോ? അതെ, കൊച്ചിനെ അറിയത്തുള്ളൂ, എനിക്ക് അറിയത്തില്ല കേട്ടോ. എവിടെ വെക്കണ്ടത്? ഇതിപ്പോ വലുതും ചെറുതും എല്ലാം ആയി പോകുമല്ലോ. ദാമിയുടെ പരിപ്പോടെ എല്ലാം കൂടെ ഒന്നിച്ചിടാം. ഇതാ മതിയോ? ആ ഇച്ചിരി കൂടെ എടുത്തോ, അത് പോരാ. ഇതോ ഇതോ? ആ അപ്പോൾ അതേ ഗ്യാസൊക്കെ കത്തിച്ച് നമ്മൾ ചട്ടിയൊക്കെ വെച്ച് ഇന്ന് ഇരുമ്പീൻ ചട്ടിക്കകത്താണ് നമ്മൾ പരിപ്പോടെ ഉണ്ടാക്കുന്നത്. ഇരുമ്പീൻ ചട്ടിക്കകത്ത് കറി വെക്കുന്നതും ഈ എണ്ണയ്ക്കകത്ത് പൊരിക്കുന്ന പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അച്ഛമ്മയ്ക്ക് ഇഷ്ടം. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ വീടുണ്ട് രണ്ടാം കൂടെ ഇട്. ആ രണ്ടും ഒരുമിച്ച് ഇട്ടേക്കാം അല്ലേ? മുളകുണ്ടേ. അല്ലേ വലുതെല്ലാം ഞാൻ പരത്തി വെച്ചതും ചെറുതെല്ലാം ദാമിക്കുട്ടി വരുത്തിയതാണ്. എനിക്ക് ചെറുതേ പട്ടേ പറ്റൂ. ആദ്യം ദാമിക്കുട്ടിയുടെ തന്നെ ഇടാട്ടോ. ഇതുള്ളല്ലോ. കൊള്ളോ? ആന്റിയമ്മ കൈ പൊള്ളയോ? എൻ്റെ കൈ ഉള്ളിയില്ല. രണ്ട് കൈയോ? ഇടണ്ട, അവിടെ ഇരുന്നാ മതി കണ്ടോണ്ടേ. ഇനി മതി വന്നിട്ട് ഇടാം. കാണത്തില്ല ഇടാൻ വേണ്ടി. കാണത്തില്ല ഇടാൻ വേണ്ടി. ഇല്ല ഇനി കുറച്ചുകൂടി ഇടാം. കുറച്ചും കൂടി ഇടാനുണ്ടല്ലോ. അടിപൊളി. ഇത് കൊള്ളാലോ. അടിപൊളി സൂപ്പർ ആട്ടോ. എന്നാ ഇത് നമുക്ക് എന്നാ ഇതും കൂടെ ഇട്ടോ. ഇതും കൂടെ ഇട്ടോ. അതിന് ഇത് എടുത്തിട്ടിടാം. ഇത് വെന്തല്ലോ. ഇച്ചിരൂടെ വേനുണ്ട്. ഞാൻ മുളക് ഇട്ടിട്ട് കഴിച്ചിട്ട് നമ്മളുണ്ടാക്കുന്നേ പരിപ്പോട. ആ പരിപ്പോട. അപ്പോൾ നമ്മുടെ ദാമിക്കുട്ടി ഉണ്ടാക്കിയ പരിപ്പോട റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരല്ല എണ്ണക്കകത്തുനിന്നോ. എന്നാ വെള്ളം പോയി. വെള്ളം അല്ലടോ, എണ്ണയായത്. ആ ഞാൻ വെള്ളമാണ്. നമ്മൾ എണ്ണക്കകത്തല്ലേ പരിപ്പോട ഉണ്ടാക്കിയത്. ഇതും കൂടി ഇട്ടേക്ക്. ആ അതുകൂടി ഇടാനേ. ഇത് ദാമിക്കുട്ടി ഉണ്ടാക്കിയ പരിപ്പോടയാ. രണ്ടാ പരിപ്പട മറ്റേത് അന്യമേ പരിപ്പട. നമ്മള് പരിപ്പട ഉണ്ടാക്കാൻ പോവാ. സവോള പിന്നെ കല്ലപ്പ പിന്നെ ഉപ്പ് ഇഞ്ചി പിന്നെ എന്താ പച്ചമുളക് പരിപ്പ് വേണ്ടേ? പരിപ്പോടെ പരിപ്പ് ആണല്ലോ. ആ പഠിച്ചു കേട്ടോ, ഞങ്ങൾ പരിപ്പോടെ ഉണ്ടാക്കാനൊക്കെ പഠിച്ചു. ഇരുമീൻ ചട്ടിക്കകത്താ എല്ലാ സാധനവും ഉണ്ടാക്കുന്നത് കടയില്. പണ്ട് ഹോട്ടലായിരുന്നപ്പോഴും അങ്ങനെ ഇട്ടാ മതിയോ? വലിയ ചട്ടിക്കകത്താ മെഴുക്കുവരട്ടി തോരനും എല്ലാം ഈ ചട്ടിക്കകത്താ. പക്ഷെ എനിക്ക് ഈ കോവയ്ക്കൊക്കെ നമ്മള് മെഴുക്കുവരട്ടി വെക്കണേ ഇരുമ്പീൻ ചട്ടിക്കകത്ത്. ഗ്യാസ വെക്കല്ല, വിറകടുപ്പല്ലേ. അതെ, എന്നാലും മെഴുക്കുപറ്റിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. പരിപ്പൊടിയുടെ കാര്യമൊക്കെ എന്നെ മറന്നു പോയോ? നമ്മളിങ്ങനെ ഉരുട്ടി വെച്ചിട്ടേ ഇങ്ങോട്ട് എടുത്ത് പരത്തി അങ്ങോട്ട് നാടായില്ലേ ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ടാ. നിങ്ങൾ പരത്തി വെച്ചല്ലേ? അതുകൊണ്ട് കുറച്ചെടുത്ത് ഉരുട്ടിയും വെച്ചിട്ടുണ്ട് ഓർമ്മയ്ക്ക്. അതെ, മുമ്പത്തെ ഉരുട്ടിയതിന് ഇച്ചിരി കട്ടി ഉണ്ടായിരുന്നു. ഇത് ഇച്ചിരൂടെ കനം കുറച്ച് ഞങ്ങൾ. ഒരാളെന്നെ പിന്നെ എണ്ണയ്ക്കകത്തിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഉരുട്ടുക അല്ല പരത്തി സഹായിക്കുക. ഉണ്ടോ ഇടുക്കി കൊച്ചിൻ്റെ പരിപ്പോടെയൊക്കെ ഞങ്ങൾ തീരാറാക്കി. ആദ്യം ചുട്ടതൊക്കെ. അതെ അതെ. അപ്പോൾ നമ്മുടെ പരിപ്പോടെ എണ്ണയ്ക്കകത്ത് ഇങ്ങനെ കിടന്ന് മുരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതെ, പരിപ്പോടെയൊക്കെ ഏകദേശം തീരാറായി. കുറച്ചുകൂടെ ഒരു 5 പരിപ്പോടെയും കൂടെ ഇടാണ്. അതെ, ഇപ്പോൾ നമുക്ക് ചായ കൂടെ വെച്ചേക്കാം. അതെ. അപ്പം അത് ആവുമ്പോഴത്തേന് ചായ റെഡി ആവും. അതെ അതെ. പരിപ്പോടെ റെഡി. ഇനിയിപ്പോൾ ചായയും കൂടെ വെച്ചേക്കാം. ചായ അല്ല കേട്ടോ, കാപ്പി. അപ്പോഴേ മഴ വന്നില്ലല്ലോ. മഴ വന്നില്ല, അതാ ഇപ്പം ഞാൻ ആലോചിക്കുന്നത്. മഴയൊക്കെ അല്ല ചായ കടിച്ചോട്ട് ഞാൻ ഓർത്ത അങ്ങനെയായിരുന്നു. നമ്മളിപ്പോൾ എപ്പോഴും മഴ പെയ്യുമല്ലോ. കാപ്പിയൊക്കെ ഇട്ട് പരിപ്പോടെയൊക്കെ ഉണ്ടാക്കി സിറ്റൗട്ടിലേക്ക് ചെല്ലുമ്പോൾ മഴ പെയ്യും. മഴ പെയ്യോന്നാ. പക്ഷെ ഇപ്പൊ മഴ വരുന്ന ലക്ഷണമില്ല. പരിപ്പോടെ കഴിക്കാറ് പിന്നെ കറക്റ്റ് മഴ പെയ്താ മഴ പോകുന്നതിന് അതെ. കടുങ്കാപ്പിയും പരിപ്പോടെയൊക്കെ എടുത്തോണ്ട് ഇവിടെ വന്നതിന് മഴ പോയി. ഓ ചായ അല്ല, കാപ്പി. മറന്നുപോയി. അതെ അതെ, കടുങ്കാപ്പി അല്ല, കാപ്പി. വാടാനോ? എന്നാ അതെ, കൊച്ചിന്റെ പരിപ്പോടെ ആദ്യം കഴിക്കും. ആ അത് കഴിച്ചോ. എന്നാ അച്ഛമ്മ പരിപ്പോട ചൂട് കാപ്പി. ചേച്ചൂട്ടി ഏതേലും എടുത്തോളൂല്ലോ.
അത് ചോര കാപ്പി. ചോരക്കപ്പ, ചുവന്ന കപ്പിനാണ് ചോരക്കപ്പെന്ന് ഞങ്ങൾ പറയുന്നത്. അടിപൊളി വട്ടോ. ഏ അടിപൊളി വട്ടോ. ഹായ്, പിന്നെ മഴ ആ അതെ, പിന്നെ മഴ വരുന്നുണ്ട്. അടിപൊളി സൂപ്പർ പരിപ്പട അല്ലേ? നല്ല പരിപ്പട അല്ലേ ചുമ്മാ? എന്റെ കുഞ്ഞി പാടം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് കടയിലൊക്കെ പോയപ്പോൾ പരിപ്പോട ഉണ്ട് ഓരോരുത്തരത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ പറഞ്ഞു പരിപ്പോട മേടിക്കാരെന്നൊക്കെ പറഞ്ഞു. പക്ഷെ മേടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇന്ന് പരിപ്പോട ഉണ്ടാക്കിയത്. നല്ല അടിപൊളി മഴയാണ് ഇപ്പം, ആഗ്രഹിച്ച പോലെ തന്നെ. ഒരാൾ മഴയുടെ വീഡിയോ എടുക്കാമെന്ന്. അപ്പം ഞങ്ങൾ പരിപ്പോടയും ചായയല്ല കാപ്പിയൊക്കെ കുടിച്ചു അല്ലേ? നല്ല പരിപ്പോടയായിരുന്നു. ചായ കുടിച്ചോണ്ടിരുന്നപ്പോ മുട്ട മഴയും പെയ്തു. അതെ അതെ, ആഗ്രഹം പോലെ മഴയൊക്കെ പെയ്തല്ലേ? മഴയൊക്കെ തോർന്നു, മഴയൊക്കെ പോയി. ഇനി രാത്രി പെയ്യും. ആ AC ഇടാതെ കിടക്കാം ഇപ്പം മഴയത്ത്. പിന്നെ എന്തിനാ AC? എന്തിന്? തണുക്കുകയല്ലേ? AC ഒന്നും വേണ്ട, പുതപ്പ് പുതച്ച് കിടന്നാൽ മതിയോ? ആ എന്നാൽ AC ഇട്ട് കിടന്നു. നമുക്കിനി അടുത്ത ദിവസം എന്നാ ഉണ്ടാക്കണ്ടേ? പരിപ്പോടയോ? ഇന്ന് പരിപ്പോട ഉണ്ടാക്കിയിട്ട് നാളെയും പരിപ്പോട ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്ക് ഏത്തക്കാബോളി ഉണ്ടാക്കാം. വൈകിട്ട് ഇന്ന് കഞ്ഞി കുടിക്കുക. അതെ, അച്ചമ്മ പയർതോരനൊക്കെ വെക്കാനായിട്ട് അറിയുന്നു. ഇന്നെന്നാ അച്ചമ്മ? കഞ്ഞിയും പയറുതോരനും അച്ചാറും മതിയോ താമി? 2 പപ്പടവും കൂടെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു അല്ലേ? ഇഷ്ടമാണോ? ഞാൻ ഓർത്താ പറച്ചിൽ കേട്ടപ്പോൾ ഇഷ്ടമില്ലെന്നാ പറയാൻ. കഞ്ഞി കുടിച്ചിട്ട് ഉറങ്ങാൻ പോവാ. അപ്പം ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.